Hello, welcome to the second part of the module 4, which is the theory of simple gases. In our last classes, we have discussed about uh, an ideal gas in quantum mechanical microcanonical ensemble. അല്ലേ? അപ്പം in that case, we were very specific on the indistinguishability of particles. ഇതുവരെ ഇൻഡിസ്റ്റിങ്വിഷബിലിറ്റി എന്ന് പറഞ്ഞ സംഭവം നമ്മൾ കൈകാര്യം ചെയ്തില്ലായിരുന്നു. ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് വരുമ്പോഴാണ് ഇൻഡിസ്റ്റിങ്വിഷബിലിറ്റി വരുന്നത്. അപ്പോൾ നിങ്ങളോട് എന്തായാലും ക്വാണ്ടം ഗ്യാസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം വന്നാൽ ഈ ലെസനാണ് നിങ്ങൾ എഴുതേണ്ടത്. ക്വാണ്ടം ആകുമ്പോൾ ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ്. ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണെങ്കിൽ ഇത്തരത്തിൽ തന്നെ മുന്നേറണം. ശരിയല്ലേ? അപ്പം നമ്മൾ ഓരോ കേസിലും മാക്സ്വെൽ ബോൾട്സ്മാൻ ആയാലും അതുപോലെ ബോസ് ഐൻസ്റ്റീൻ ആയാലും ഫെർമി ഡിറാക് ആണെങ്കിലും എങ്ങനെയാണ് മൈക്രോസ്റ്റേറ്റ്സ് വരിക, അതിന് ഡിഫറെൻറ്റ് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. ആ ഇക്വേഷൻസ് വെച്ചിട്ട് പ്രോബ്ലംസ് ഷുവറായും ചോദിക്കും. നെറ്റിനായാലും നിങ്ങളുടെ ഇതിലായാലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആയാലും. പിന്നീട് നമ്മൾ മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിൽ നമ്മൾ എൻ ഐ സ്റ്റാർ അല്ലേ, എൻ ഐ സ്റ്റാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ലെവലിൽ കാണാനുള്ള മാക്സിമം പ്രോബബിലിറ്റി. അപ്പം ഒരു പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റിയാണ് എൻ ഐ സ്റ്റാർ കൊണ്ട് ഉദ്ദേശിച്ചത് അല്ലേ. അപ്പോൾ എൻ ഐ സ്റ്റാർ ബൈ ജി ഐ എന്നുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. കണ്ടുപിടിച്ചതിൻ്റെ ശേഷം നമ്മൾ മൈക്രോസ്റ്റേറ്റ്സിൻ്റെ അതിനകത്തു നിന്നും ഈ ഒരു ഇക്വേഷൻ, മൂന്ന് കേസിനും നമ്മൾ ഈ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. ശരിയല്ലേ? എൻ ഐ സ്റ്റാറിന് ശേഷം നമ്മൾ അതിൻ്റെ ക്വാണ്ടം ബിഹേവിയേഴ്സ്, തെർമോഡൈനാമിക്കൽ ബിഹേവിയേഴ്സിലേക്ക് എത്തുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ശരിയല്ലേ? അപ്പോൾ ഇനി ഈ ക്ലാസ്സിൽ മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിന് പകരം മറ്റ് എൻസെമ്പിൾസ് ആയാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് നോക്കാം. In this class, we'll deal with other ensembles like canonical ensemble and microcanonical ensemble. Okay, so we'll do the same thing: a quantum mechanical, okay, quantum mechanical ideal gas in canonical and grand canonical ensemble. Okay, so you know what is the partition function in canonical ensemble. This is canonical ensemble. In canonical ensemble, partition function is summation over e into exponential minus beta e. ശരിയല്ല? Beta is 1 by kt. Beta is equal to 1 by kt. Okay, that was our equation, and this is our എന്താണ് our condition അല്ലേ. നമ്മുടെ അടുത്ത് NE പാർട്ടിക്കിൾസ് ഉണ്ട് വിത്ത് എനർജി ഇ അല്ലേ. അപ്പം N1E1 പ്ലസ് N2E2 പ്ലസ് N3E3 അങ്ങനെ എല്ലാ പാർട്ടിക്കിൾസിനും കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എനർജി കിട്ടും. ശരിയല്ലേ? എല്ലാ പാർട്ടിക്കിൾസിനും കൂടി നമ്മൾ സമ്മേഷൻ ചെയ്താൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടും. വെരി സിമ്പിൾ ഇക്വേഷൻ. ശരിയല്ലേ? അപ്പം ഞാനിവിടെ NE എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. NE ഈസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സിംഗിൾ പാർട്ടിക്കിൾ എനർജി സ്റ്റേറ്റ് എപ്സിലോൺ അല്ലേ. അപ്പം NE എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പാർട്ടിക്കിൾ ഒരു എനർജി ലെവലിലുണ്ട് എന്നുള്ളതാണ് NE കാണിക്കുന്നത്. ശരിയല്ലേ? അപ്പം NE ലെവൽസിൽ NE പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിയാൽ ടോട്ടൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ശരിയല്ലേ? സോ NE ഈസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സിംഗിൾ പാർട്ടിക്കിൾ എനർജി സ്റ്റേറ്റ് എപ്സിലോൺ. അപ്പം എപ്സിലോൺ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളതാണ് NE കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പം വേറൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ ബോസ് ഐൻസ്റ്റീൻ പോലെയല്ല ഫെർമി ഡിറാക്, അവിടെ അതുപോലെയല്ല മാക്സ്വെൽ ബോൾട്സ്മാനും. ശരിയല്ലേ? അപ്പം നമുക്ക് ഈ ഇക്വേഷനിൽ ഒരു മാറ്റം കൊണ്ടുവരണം, which actually distinguish this equation for Maxwell-Boltzmann B case and FT case. Okay,
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ കൊണ്ടുവരും, ജി ഓഫ് എൻ. ജി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വെയിറ്റ് ഫാക്ടറാണ്. അപ്പോൾ ഈ ജി ഓഫ് എൻ എന്ന് പറയുന്നത് നമ്മളുടെ ബോസ് ഐൻസ്റ്റൈന് 1 ആണ്. ഫെർമി ഡിറാക്കിന് ഇറ്റ് ക്യാൻ ബി 1 ഓർ 0. ഓക്കെ, ഇറ്റ് ക്യാൻ ബി 1 ഓർ 0. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബോസ് ഐൻസ്റ്റൈനിൽ ഒരു സ്റ്റേറ്റിൽ എത്ര പാർട്ടിക്കിളിന് വേണമെങ്കിലും കയറിയിരിക്കാം, ശരിയല്ലേ? അപ്പോൾ നമുക്ക് അവിടെ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. സോ ജി ഓഫ് എൻ ഈസ് 1. 1 ഉണ്ടായാലും ഇല്ലെങ്കിലൊക്കെ ഒരുപോലെ തന്നെയല്ലേ. പക്ഷേ ഫെർമി ഡിറാക്കിൻ്റെ കേസിലാണെങ്കിൽ ഒരു ലെവലിൽ ഒരു പാർട്ടിക്കിളിന് നിൽക്കാം, അല്ലെങ്കിൽ നിൽക്കാതിരിക്കാം. നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ 1, നിൽക്കാതിരിക്കുകയാണെങ്കിൽ വാല്യൂ 0. അല്ല, ആ രണ്ട് പാർട്ടിക്കിളിന് അവിടെ നിൽക്കാൻ കഴിയില്ല, ബിക്കോസ് ഓഫ് ദ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പം 1 0 ആണ്, പാർട്ടിക്കിൾ ഉണ്ട്, ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ജീനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിളുള്ള ഒരു കേസാണ് മാത്തമാറ്റിക്കലി വരുന്നതെങ്കിലോ നമ്മളുടെ ഫംഗ്ഷൻ 0 ആയി പോകണം. അതിന് വേണ്ടിയിട്ട് ജി ഓഫ് എഫ് ടി ഈസിക്കൽ ടു 0 അതർവൈസ്. ഓക്കെ, പിന്നെ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്കറിയാം വിച്ച് വിൽ ബി 1/ne ഫാക്ടോറിയൽ ആവും, ശരിയല്ലേ? എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് 1/ne ഫാക്ടോറിയലിനെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജി ഫാക്ടർ കിട്ടും. ഓക്കെ, ജി ഫാക്ടർ ഈസ് 1/ne ഫാക്ടോറിയൽ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എത്ര പാർട്ടിക്കിൾ കയറി വെക്കാമെന്നുള്ളത്. 3 സെല്ലിൽ എത്ര പാർട്ടിക്കിൾ ചെയ്യാന്നുള്ളതിന് നമ്മൾ ജി ഐ റൈസ് ടു എൻ ഐ ആയിരുന്നു ചെയ്തിരുന്നത്, അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ജി ഐ സെല്ലിൽ എൻ ഐ പാർട്ടിക്കിൾസിനെ എങ്ങനെ ഓറിയൻറ്റ് ചെയ്യാന്നുള്ളത് ജി ഐ റൈസ് ടു എൻ ഐ ആണ്. അതിന് ശേഷം ഡിവൈഡ് ബൈ 1/ni ഫാക്ടോറിയൽ എന്നുള്ളൊരു ഇക്വേഷനും കൂടിയുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഈ 1/n ഫാക്ടോറിയൽ എന്നുള്ളതാണ് ഇവിടെ വെയിറ്റ് ഫാക്ടറായി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വരിക എപ്പോഴാണ്? ഇത് ഒരുപാട് റിപ്പീറ്റേഷനുള്ള ഒരേപോലത്തെ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ 1/ni ഫാക്ടോറിയൽ അതിനെ ഡീൽ ചെയ്യും. നമ്മൾ മാത്തമാറ്റിക്സ് എന്നുള്ള ഇക്വേഷനിൽ എക്സാമ്പിളിൽ MAT ആ പെർമ്യൂട്ടേഷനിൽ നമ്മൾ കണ്ടതാണ്, ശരിയല്ലേ? അപ്പം ഇതാണ് വെയിറ്റ് ഫാക്ടർ. വെയിറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളുടെ ഈ 3 കേസിനെയും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു ഫാക്ടറാണ് ക്വാണ്ടം മെക്കാനിക്കൽ കേസിൽ. അതിൽ ബോസ് ഐൻസ്റ്റൈൻ ആണെങ്കിൽ അത് ഒരു മാറ്റവും വരുത്തുന്നില്ല, അതുകൊണ്ട് ഒരു ഗുണവുമില്ല. കാരണം ബോസ് ഐൻസ്റ്റൈനിൽ എത്ര പാർട്ടിക്കിൾസ് വേണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ വെക്കാം, ശരിയല്ലേ? പക്ഷേ ബോസ് ഐൻസ്റ്റൈനിലും ഇതിലും ഫെർമി ഡിറാക്കിലും ആണെങ്കിൽ ഇൻഡിസ്റ്റിങ്ക്വിഷബിൾ ആണ് പാർട്ടിക്കിൾ. മാക്സ്വെൽ ബോൾട്ട്സ്മാനിലാണെങ്കിൽ ഡിസ്റ്റിങ്ക്വിഷബിൾ ആണ്, ശരിയല്ലേ? പക്ഷേ നമ്മൾ ഫെർമി ഡിറാക്കിൻ്റെ കേസ് വരുമ്പം നമുക്കിവിടെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു ലെവലിൽ ഒരു പാർട്ടിക്കിളേ വരാൻ പാടൂ എന്നുള്ളതാണ്. ഒന്നെങ്കിൽ ഒരു പാർട്ടിക്കിൾ നിൽക്കാം, ദാറ്റ് കറസ്പോണ്ട്സ് ടു 1, അല്ലേ? പിന്നെ അല്ലെങ്കിൽ ആ പാർട്ടിക്കിളിന് നിൽക്കാതിരിക്കാം, ദാറ്റ് കറസ്പോണ്ട്സ് ടു 0, ശരിയല്ലേ? അങ്ങനെ ഒരു കേസ് ഉണ്ടായതുകൊണ്ട് നമ്മളുടെ ജി എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി 1 ഇഫ് ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ പാർട്ടിക്കിളുടെ എണ്ണം 1 ഓ 0 ആണെങ്കിൽ, ഓർ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0 ഈ ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടുതൽ നമ്പർ ഉണ്ടെങ്കിൽ. കാരണം അത് പോസിബിൾ അല്ല. അങ്ങനെയാകുമ്പോൾ നമ്മളുടെ മാത്തമാറ്റിക്കലി ഈ ഫംഗ്ഷനെ 0 ആക്കണ ഒരു സാധനവും നമ്മളെ കയ്യിലില്ല. അപ്പം മാത്തമാറ്റിക്കലി 0 ആക്കുന്ന ഫംഗ്ഷനാണ് ജി ഓഫ് എൻ ഐ വെൻ എൻ ഈസ്, അല്ലെ, ആ സെറ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഗ്രേറ്റർ ദാൻ, അല്ലെങ്കിൽ 1 0 എന്നുള്ള വാല്യൂവിൽ കൂടുതൽ മറ്റേതെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ ഫംഗ്ഷനെ 0 ആക്കാൻ വേണ്ടി നമ്മൾ ജി എന്നുള്ള ഫംഗ്ഷൻ കൊണ്ടുവരും, ശരിയല്ലേ? ആ ഒരു ഡിഫറൻസ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പം പാർട്ടീഷൻ ഫംഗ്ഷൻ്റെ ഈ ഇക്വേഷൻ നമുക്ക് കനോണിക്കലും ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിളിലും കൊടുത്തു നോക്കാം. നിങ്ങൾ മനസ്സിലാക്കുക, ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് കുറേ കൂടി കൺവീനിയൻ്റ് ആയുള്ള ഒരു ഫോർമുലേഷൻ എന്ന് പറയുന്നത് ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിളിൻ്റെയാണ്, റാദർ ദാൻ കനോണിക്കൽ എൻസെമ്പിൾ. സാധാരണ കനോണിക്കൽ എൻസെമ്പിൾ നമ്മൾ ക്ലാസിക്കലായിട്ടുള്ള കേസുകളിലാണ് കൂടുതലായി ഉപയോഗിക്കുക. ഇറ്റ് ഡസൻറ്റ് മീൻസ് ദാറ്റ് കനോണിക്കൽ വെച്ചിട്ട് ക്വാണ്ടത്തിൽ ചെയ്യാൻ പറ്റില്ല, ഓർ ദ അതർ വേ അറൗണ്ട്. ഓക്കെ, but in our case grand canonical is more convenient to deal with quantum statistics. Okay, so for canonical ensemble the partition function is
if you plug in the value of g, the weight factor, which is equal to 1 in the equation, that is putting 3 in equation 2, then you have 1 into the Boltzmann factor അല്ലേ, നിങ്ങൾ അറിയുന്ന ഈ equation കിട്ടും. Instead, if you want grand canonical partition function, the equation for theta is z raised to n summation for n goes from 0 to infinity, z raised to n into this partition function of into that canonical of partition function, right, qn. So this is what we have deduced in our last classes. Was zn എന്ന് പറയുന്നത്, zn is fugacity അല്ലേ, fugacity. അപ്പം zn സമ്മേഷൻ zn റേസ്ഡ് ഇൻറ്റു qn ആണ് നമ്മൾ കണ്ടുപിടിച്ച ഗ്രാൻഡ് കനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ എന്നുള്ളത്. ഓക്കെ, zn ന് നമുക്കറിയാം, we have this equation for n and e. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് n over z, you will have summation of ne, where ne എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സെല്ലിലുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണമാണ്, ശരിയല്ലേ? സോ നിങ്ങൾ അതുമായി അത് പ്ലഗ് ഇൻ ചെയ്യാം. ഇൻസ്റ്റെഡ് ഓഫ് n സമ്മേഷൻ ഓഫ് ne പ്ലഗ് ഇൻ ചെയ്യാം. അതേപോലെ ഇവിടെ ഒരു ne എപ്സിലോൺ ഉണ്ട്, റൈറ്റ്, അതും ഇവിടെ ഉണ്ട്. സോ നമ്മളുടെ ഇക്വേഷൻ qn can be substituted with this equation, which is summation with a dash into e raised to minus beta summation of n of e അല്ലെ. ഈ ഡാഷ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കൊണ്ടുവന്ന ഈ റെസ്ട്രിക്റ്റീവ് കണ്ടീഷൻ അനുസരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻസ് മാത്രം, അതാണ് ഡാഷ് കൊണ്ട് ഉദ്ദേശിച്ചത്, ശരിയല്ലേ? അപ്പം ഈ എൻ ഓഫ് ഇ ഡിസ്ട്രിബ്യൂഷൻ എൻ ഓഫ് ഇ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോ സ്റ്റേറ്റിന്റെ കളക്ഷൻ ആണ്, ഓരോ മൈക്രോ സ്റ്റേറ്റിന്റെയും കൂടിയുള്ള സമ്മേഷൻ ആണ് അല്ലേ. ഇപ്പൊ എൻ്റെ കയ്യിൽ 3 ലെവലുണ്ട്. ഒരു മൈക്രോ സ്റ്റേറ്റിൽ ആദ്യത്തെ 3 പാർട്ടിക്കിൾസും 0th ലെവലാണ്. മറ്റൊരു മൈക്രോ സ്റ്റേറ്റിൽ ഒരു പാർട്ടിക്കിൾ 1ലും മറ്റേ പാർട്ടിക്കിൾ 2ലും ഒരു പാർട്ടിക്കിൾ 0th ലെവലുമാണ്, ശരിയല്ല? ഈ 3 പാർട്ടിക്കിൾ എനിക്ക് വ്യത്യസ്ത രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇതൊക്കെ ഓരോരോ മൈക്രോ സ്റ്റേറ്റുകളുമാണ്, ശരിയല്ലേ? സോ ദിസ് സമ്മേഷൻ ഈസ് ഓവർ ഓൾ മൈക്രോ സ്റ്റേറ്റ്സ്, ശരിയല്ലേ? അപ്പം ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഒന്ന് ഡൈസെക്റ്റ് ചെയ്തിട്ട് വ്യത്യസ്തത്തിലാണ്. ഓക്കെ, അപ്പം അതിനു വേണ്ടിയിട്ട് എനിക്ക് ലോസ് ഓഫ് ഇൻഡിസസ് ഉപയോഗിക്കാം, which is given here. Z equal to ഈ സമ്മേഷനെ എനിക്ക് ഉള്ളോട്ട് എടുക്കാം. എങ്ങനെ? ഇപ്പം ഈ ഇക്വേഷൻ ഈസ് ഗിവൺ ഹിയർ അല്ലേ. ഇപ്പം മൈനസ് ഇപ്പൊ z ഇവിടെ ഒരു സമ്മേഷൻ ഓഫ് n ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, n0 പ്ലസ് n1 പ്ലസ് n2 പ്ലസ് n3, ശരിയല്ലേ? അപ്പോൾ സംതിങ് റേസ് ടു ആണ് ഇത് അല്ലെ, z റേസ് ടു 1 പ്ലസ് 2 പ്ലസ് 3 അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ അതിനെ എനിക്ക് എന്താക്കി എഴുതാം, z റേസ് ടു 0 ഇൻറ്റു z റേസ് ടു 1 ഇൻറ്റു z റേസ് ടു 2, വിച്ച് ഈസ് ലൈക്ക് ദിസ്. അപ്പോൾ എനിക്ക് ഈ സമ്മേഷന് മൾട്ടിപ്ലിക്കേഷനുമായിട്ട് മാറ്റം ചെയ്യാം. അതുപോലെ ഇവിടുത്തെ സമ്മേഷനും എനിക്ക് മൾട്ടിപ്ലിക്കേഷനായി മാറ്റം ചെയ്യാം. ബിക്കോസ് z റേസ് ടു n0 ഇൻറ്റു n1 ഇൻറ്റു n2 എന്നൊക്കെ പറയുന്നത് എന്താണ്, വിച്ച് ഈസ് z റേസ് ടു 0 ഇൻറ്റു z റേസ് ടു 1 ഇൻറ്റു z റേസ് ടു 2 ഇൻറ്റു അങ്ങനെയല്ലേ പോവുക. അപ്പോൾ എനിക്ക് ഇതിനെപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ആക്കി എഴുതാം ഈ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ റേസ് ടു സമ്മിന്, ശരിയല്ലേ? വളരെ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്, ശരിയല്ലേ? ഓക്കെ, അങ്ങനെ നമ്മളുടെ സമ്മേഷനെ നമ്മൾ പ്രോഡക്റ്റ് ബേസിലാക്കി, പ്രോഡക്റ്റ് ഫോമിലാക്കി, എന്നിട്ട് വീണ്ടും നമ്മളുടെ ഒറിജിനൽ ഇക്വേഷനിൽ പ്ലഗ് ഇൻ ചെയ്തു. പ്ലഗ് ഇൻ ചെയ്തപ്പോൾ ഇവിടെ ഒരു സമ്മേഷൻ, ഒരു മൾട്ടിപ്ലിക്കേഷൻ z റേസ് ടു ne ആണ്. ഇവിടെ ഈ ടേം അതും മൾട്ടിപ്ലിക്കേഷൻ റേസ് ടു z ne ആണ്. സോ ഇവനെ രണ്ടിനെയും ഞാൻ ഒരുമിച്ചെടുത്തു. ബാക്കിയുള്ള രണ്ട് സമ്മേഷൻ n = 0 ടു ഇൻഫിനിറ്റിയും
അതുപോലെ സമ്മേഷൻ ഓവർ ഓൾ മൈക്രോ സ്റ്റേറ്റ്സും അല്ലേ, ഈ രണ്ടും പുറത്തേക്ക് വരും. ശരിയല്ലേ? അപ്പോൾ നമ്മളുടെ ഈ ഇക്വേഷൻ വിൽ ബിക്കം ദിസ് ഇക്വേഷൻ. ഓക്കെ, ദിസ് ഇക്വേഷൻ ക്യാൻ ഓൾസോ ബി ചേഞ്ച്ഡ്. ദിസ് ഇക്വേഷൻ ക്യാൻ ഓൾസോ ബി ചേഞ്ച്ഡ്. അപ്പം നമ്മൾ ഈ ഇക്വേഷൻ എന്ന് പറയുമ്പം ആ എൻ്റയർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ നമ്മൾ എങ്ങനെയായിരുന്നു സെൽസും നമ്പേഴ്സും ഒക്കെ ആയി തിരിച്ചതെന്നുള്ളത് അല്ലേ. ടോട്ടൽ നമ്പറിനെ നമ്മൾ ഒരുപാട് സെല്ലുകളാക്കി തിരിക്കും, N0, N1, N2, N3, N4. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇതുവരെ ഈ സമ്മേഷൻ ഓഫ് അപ്പം നമുക്കറിയാം എങ്ങനെയാണ് മൈക്രോസ്റ്റേറ്റിൻ്റെ എണ്ണം ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോസ്റ്റേറ്റിൻ്റെ എണ്ണം നമ്മൾ നമ്മളുടെ ഓരോരോ സെല്ലിലുള്ള നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റിൻ്റെ എണ്ണം മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെയാവുമോ അതുപോലെയാവും ഉണ്ടാവുക എന്ന് നമുക്കറിയാം. ശരിയല്ലേ? അങ്ങനെയാ, അതുകൊണ്ടാണ് ടോട്ടൽ ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ 1 ഇൻറ്റു ഒമേഗ 2 ഇൻറ്റു ഒമേഗ 3 ആ രീതിയിലാണ് പോവുക. നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ അതേ രൂപത്തിലേക്ക് ആക്കണം, which is possible by law of indices. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഈ സെല്ലുകളിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തിൻ്റെ രൂപത്തിലേക്ക് ആക്കുന്നു. സോ സമ്മേഷൻ ഓവർ N0 വെച്ചാൽ ഒന്നാമത്തെ സെല്ലിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അതിൻ്റെ ഉള്ളിൽ ഈ ടേം Z⁻N0 ഇൻറ്റു e⁻β N0 ε0, ഇവിടെ N0 കൊടുക്കും. അതുപോലെ അടുത്ത സെല്ല് എന്ന് പറയുന്നതിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ക്യാൻ ബി N1. അപ്പോൾ N1 എന്ന് പറയുമ്പോൾ വീണ്ടും ഇവിടെ N0ന് പകരം N1 വരും. അതേപോലെ മൾട്ടിപ്ലൈഡ് ബൈ സമ്മേഷൻ ഓവർ N2 അല്ലെ, Z⁻N2 e⁻β N2 e2 അങ്ങനെ പോവും. ശരിയല്ലേ? അങ്ങനെ എത്ര സെല്ലുണ്ടോ അത്രയും സെല്ലിലേക്ക് ആ സെല്ലിൻ്റെ രൂപത്തിൽ എനിക്ക് ഈ സെല്ലിനെ എഴുതാം. ഈ കേസ് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. ശരിയല്ലേ? അപ്പം എൻ്റെ കയ്യിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ എങ്ങനെയാണ് പറഞ്ഞത്, 2 മൈക്രോസ്റ്റേറ്റ് ഉണ്ട്. ഒരു മൈക്രോസ്റ്റേറ്റിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഒമേഗ 1 ആണ്, രണ്ടാമത്തെ മൈക്രോസ്റ്റേറ്റിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഒമേഗ 2 ആണ്. അപ്പോൾ ടോട്ടൽ മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒമേഗ 1 ഇൻറ്റു ഒമേഗ 2 ആണ്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ഇൻ്റർമിക്സ്ഡ് ആയുള്ള ഇക്വേഷനെ ഞാൻ ഒമേഗ 1 ഇൻറ്റു ഒമേഗ 2 എന്നുള്ളതിൻ്റെ രീതിയിലേക്ക് എഴുതുന്ന പോലെയാണ് ഈ ഇക്വേഷൻ വരുന്നത്. ശരിയല്ലേ? സോ നമ്മളുടെ Z ബൈ ലോ ഓഫ് ഇൻഡിസസ് ദിസ് ഈസ് എ മാത്തമാറ്റിക്കൽ വേ ഓഫ് റൈറ്റിംഗ്. ഓക്കെ, ഇത് പക്കാ മാത്തമാറ്റിക്കലാണ്. ഇങ്ങനെയുള്ള രണ്ട് സമ്മേഷൻ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കേസ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് കേസ് ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ്. ഇതാകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ലെവലിലും എത്ര പാർട്ടിക്കിൾസിന് ഇരിക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ സാധനത്തിനെ സോൾവ് ചെയ്യാമെന്നുള്ളതാണ്. ഇനി ഞാൻ ഈ ഓരോ ടേമിനെയും, അതായത് സമ്മേഷൻ ഓവർ N0 Z⁻N0 ഇൻറ്റു e⁻β N0 ε0, ഇതിനെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാണോ അത്രയും വെച്ചിട്ട് ഞാൻ സമ്മേഷൻ ചെയ്യണം. ശരിയല്ലേ? അപ്പം ഞാൻ ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കേസിലേക്ക് എടുത്തു. നമുക്കറിയാം ബോസ്-ഐൻസ്റ്റീൻ കേസിൽ ഒരു ലെവലിൽ എത്ര പാർട്ടിക്കിളിന് വേണമെങ്കിലും ആവാം. ശരിയല്ലേ? സോ NE എന്ന് പറയുന്നത് എത്രയും ആവാം. ശരിയല്ലേ? സോ എത്രയാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പറയുന്നു വെൻ നോ പാർട്ടിക്കിൾ ഈസ് സിറ്റിംഗ് ഓൺ ദിസ് ലെവൽ. അപ്പോൾ NE ഈസ് ഈക്വൽ ടു 0. അപ്പോൾ Z⁻0 ഇൻറ്റു e⁻0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ 1 പാർട്ടിക്കിളാണ് നിൽക്കുന്നത്. പോസിബിൾ അല്ലേ? ഒരു ലെവലുണ്ട്, അവിടെ ഒരു പാർട്ടിക്കിൾ നിൽക്കാൻ അതിനൊരു ബുദ്ധിമുട്ടില്ല. സോ ഒരു പാർട്ടിക്കിളിൻ്റെ കേസ്, അപ്പോൾ Z⁻N ഇൻറ്റു e⁻β ε0. ശരിയല്ലേ? ഇനി രണ്ടാമത്തെ കേസ്, അവിടെ ഒരു പാർട്ടിക്കിൾ വരെ 2 പാർട്ടിക്കിൾ ഉണ്ട്. സോ ഇവിടെ N0ന് പകരം എന്താവും? അവിടെ 2 ആവും. നമ്പർ ഓഫ് പാർട്ടിക്കിൾ 2 ആണ് അല്ലേ? അപ്പോൾ ഒരു സെല്ലിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ നേരത്തെ എങ്ങനെയായിരുന്നു ആ ചിത്രം ഉണ്ടായിരുന്നത് ഓർമ്മയില്ലേ? സോ ദിസ് വാസ് അവർ ഗ്രൂപ്പിംഗ് അല്ലേ? അപ്പം ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇതാണ്, ടോട്ടൽ എനർജിയുടെ ഗ്രാഫാണിത് അല്ലേ? അപ്പം അതിൽ ആദ്യത്തെ N1 പാർട്ടിക്കിൾസിനെ ഞാൻ ഒരു ഗ്രൂപ്പാക്കി, രണ്ടാമത്തെ N2നെ ആദ്യത്തെ ഒരു സെല്ല്, ആ സെല്ലിൽ N1 പാർട്ടിക്കിൾസ് ഉണ്ട്, അതിൽ GI ലെവൽസ് ഉണ്ട് അല്ലേ?
രണ്ടാമത്തേൽ N2 പാർട്ടിക്കിൾസ് ഉണ്ട് വിത്ത് എനർജി E2. മൂന്നാമത്തേൽ N3 പാർട്ടിക്കിൾസ് ഉണ്ട് വിത്ത് എനർജി E3. ശരിയല്ലേ? അപ്പം നമ്മൾ ഇവിടുത്തെ സെഡിൻ്റെ ഇക്വേഷൻ വരുമ്പം ആദ്യത്തെ സമ്മേഷൻ എന്ന് പറയുന്നത്, ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ദിസ് ടേം, ഈ ടേം എന്ന് പറയുന്നത് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലുള്ള മാത്രമാവും. ശരിയല്ലേ? ആദ്യത്തെ സെല്ലുള്ള. രണ്ടാമത്തെ ടേം പറയുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള ടേംസ് ആവും ഉണ്ടാവുക അല്ലേ? ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തതെന്നുള്ള അനുസരിച്ചോ. മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലാവും. അങ്ങനെ ശരിയല്ലേ? അപ്പോൾ അതാണ് ഇക്വേഷൻ. അപ്പം പറഞ്ഞു ബോസിന്റെ കേസിലാണെങ്കിൽ, ബോസ് ഐൻസ്റ്റൈൻ സ്റ്റാറ്റിസ്റ്റിക്സിലാണെങ്കിൽ ആദ്യത്തെ സെല്ലിൽ ഒരു ലെവലിൽ തന്നെ എത്ര പാർട്ടിക്കിൾ വേണമെങ്കിലും ആവാം. ശരിയല്ലേ? അതുപോലെ രണ്ടാമത്തെ ലെവലിലും എത്ര പാർട്ടിക്കിൾ വേണമെങ്കിലും ആവാം. സോ ഈ ഇക്വേഷൻ വിൽ ബി ലൈക്ക് ദിസ്. അപ്പം 0 പാർട്ടിക്കിൾ ആണെങ്കിൽ ഇങ്ങനെ, ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ ഇത്, 2 പാർട്ടിക്കിൾ ആണ് ഇത്, 3 പാർട്ടിക്കിൾ ആണ് ഇത്. ശരിയല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ ഓരോ സെല്ലിലും നമുക്ക് ഈ ഒരു സമ്മേഷൻ വരും. അതിനൊക്കെ നമ്മൾ പ്രോഡക്റ്റ് ചെയ്യും വേണം. സോ നമ്മളുടെ ഇക്വേഷൻ വിൽ ബിക്കം ലൈക്ക് ദിസ്. അപ്പം അതുകൊണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ ബോസോൺസ് NE ക്യാൻ ഹാവ് എനി വാല്യൂ അല്ലേ? NE ക്യാൻ ഹാവ് എനി വാല്യൂ. അപ്പം നമുക്കറിയാം 1 - h⁻⁻1 എന്ന് പറയുന്ന ബൈനോമിയൽ ഇക്വേഷൻ ആണ്. ഈസ് ഈക്വൽ ടു 1, ഈ -1ഉം ഹും കൂടി ആകുമ്പോൾ 1 + NH പ്ലസ് എന്നുള്ള ഇക്വേഷൻ ആണ്. സോ 1 - h ഇൻവേഴ്സിന് നമുക്ക് 1 + h എന്ന് എഴുതാം വെൻ h ഈസ് വെരി സ്മോൾ. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ നമുക്ക് എന്താക്കി എഴുതാം? ദിസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ്, ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? ഈ ഇക്വേഷന്റെ ഫോം ആണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 - h z into e raised to minus beta e raised to -1. അങ്ങനെ ഇൻറ്റു വീണ്ടും അത്ര തന്നെ അല്ലേ? വീണ്ടും അത്ര തന്നെ. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ പ്രോഡക്റ്റ് ചെയ്യണം ഓരോ സെല്ലുകളിലും. പ്രോഡക്റ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു അതിനെ മൊത്തത്തിൽ പ്രോഡക്റ്റ് ഓഫ് ദിസ് ടേം എന്നുള്ള രീതിയിൽ എഴുതാം. സോ Z in the case of bosons is product like pi of E 1 / 1 - z raised to e raised to minus beta i. കാരണം ഇവിടെ raised to -1 ആണ്. ഇനി ഫെർമി ഡിറാക്കിന്റെ കേസിലാണെങ്കിൽ നിങ്ങളെ കയ്യിൽ ഒരു ലെവൽ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ ലെവലിൽ ഒന്നെങ്കിൽ ഒരു പാർട്ടിക്കിളിന് വന്ന് നിൽക്കാം. ശരിയല്ലേ? 2 പാർട്ടിക്കിളിന് വന്ന് നിൽക്കാൻ കഴിയില്ല. ശരിയാണോ? ബിക്കോസ് ഓഫ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിൽ ആകെ പറ്റാവുന്ന വാല്യൂ ഐദർ 0, n = 0 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നുമില്ല, ഓർ 1, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. 2 പാർട്ടിക്കിൾ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ലെവലിലും ഒന്നെങ്കിൽ പാർട്ടിക്കിൾ ഉണ്ടാവരുത് വിച്ച് കറസ്പോണ്ട്സ് ടു 0, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളേ ഉണ്ടാവാൻ പാടും. ദിസ് ഈസ് ഡയറക്റ്റ് ഇംപ്ലിക്കേഷൻ ഓഫ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ ഓരോ ലെവലിലും N0 ലെവലിൽ NEയുടെ വാല്യൂ അറിയുന്നത് 0ഉം 1 ആവാൻ പാടും അല്ലേ? രണ്ടാമത്തെ കേസിലും അടുത്ത ലെവലായാലും വാല്യൂ എന്ന് പറയുന്നത് 0, 1 വരാൻ പാടും. പിന്നെ ഏത് ലെവലിലായാലും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഐദർ യെസ് ഓർ നോ. അപ്പോൾ യെസ് ആണെങ്കിൽ 1, നോ ആണെങ്കിൽ 0. ശരിയല്ലേ? അപ്പോൾ നമ്മളുടെ ഈ ഇക്വേഷനിൽ ഒരുപാട് പാർട്ടിക്കിളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ ടേംസ് ഒക്കെ ഉണ്ടാവുന്നത്. ആകെ 1ഉം 0ഉം മാത്രം ഉള്ളെങ്കിലോ, ഇതിൻ്റെ ഉള്ളിൽ 1ഉം 0ഉം മാത്രമാണെങ്കിൽ, 0 ആണെങ്കിൽ ഈ ടേം എല്ലാം കൂടി 1 ആവും. 1 ആണെങ്കിൽ z into e raised to minus beta e0 എന്നുള്ള ഇക്വേഷൻ വരും. ശരിയല്ലേ? സോ അതാണ് ഇവിടെ വന്നത്. പാർട്ടീഷൻ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു 1 + z into e raised to minus beta e. വീണ്ടും അടുത്ത ലെവൽ 1 + z into e raised to minus beta. അവിടെ എനർജി ലെവൽ മാറി E1 ആയി. മൂന്നാമത്തെ ലെവൽ അല്ലേ? E2 എന്നുള്ള ലെവലാണെന്ന് വിചാരിക്കുക.
1 plus e raised to z into e raised to minus beta e2. അത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൻ്റെ ഇംപ്ലിക്കേഷൻ ആണ്. ബിക്കോസ് ഒരു ലെവലിൽ ഐദർ ഒന്നും ഇരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒന്നേ ഇരിക്കാൻ പാടും. അപ്പോൾ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 പ്ലസ് z e raised to minus beta e എന്നുള്ള ഇക്വേഷൻ കിട്ടും. സോ ദിസ് ഈസ് ഫോർ ഫെർമിയോൺസ്. അപ്പോൾ ബോസോൺസിൻ്റെ കേസിൽ ഫോർ ബോസോൺസ് z is summation of 1 minus z e raised to minus beta e അല്ലേ? 1 minus z e raised to minus beta e. And for fermions, because of Pauli's exclusion principle, equation എന്താവും? pi into 1 plus z into e raised to minus beta e. ശരിയല്ലേ? ഓക്കെ, അപ്പം z വാല്യൂ കിട്ടി. ഇനിയിപ്പോൾ z വാല്യൂവും മറ്റ് തെർമോഡൈനാമിക്കൽ പാരാമീറ്റേഴ്സുമായി എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്. ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിളിൽ നമ്മൾ ജസ്റ്റ് അത് ഇതിലേക്ക് കൊണ്ടുപോയി വെക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ക്യൂബിൻ്റെയും അതുവഴി അതർ തെർമോഡൈനാമിക്കൽ പാരാമീറ്റേഴ്സിൻ്റെ ഒക്കെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഗ്രാൻഡ് പാർട്ടീഷൻ ഗ്രാൻഡ് കനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ കൊണ്ടുപോയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോസോൺസിൻ്റെയും ഫെർമിയോൺസിൻ്റെയും അതുപോലെ നമ്മുടെ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ കേസിലുള്ള ഇക്വേഷൻസ് കാണാവുന്നതാണ്. നമുക്കറിയാം Q ഈസ് ഈക്വൽ ടു പി വി ബൈ കെ ടി വിച്ച് ഈസ് ഈക്വൽ ടു എൽ എൻ സീറ്റ. ഇത് നമ്മൾ ഓൾറെഡി ഡെവലപ്പ് ചെയ്തതാണ്. സോ ഇൻ ദ കേസ് ഓഫ് ബോസോൺ യു ജസ്റ്റ് replace z with this equation, അല്ലേ? In the case of fermions, you just replace that with this equation, അല്ലേ? So if I include this equation, the equation becomes you have a summation here, right? Now if you put a logarithm here, summation multiplication, sorry, you have a multiplication here, pi here. അപ്പോൾ എൽ എൻ പൈ എന്ന് പറയുന്നത് നമുക്ക് സമ്മാക്കി എഴുതാം. സോ ദിസ് പൈ ഈസ് റീപ്ലേസ്ഡ് ബൈ സമ്മേഷൻ ഓഫ് എൽ എൻ 1 ബൈ ദിസ് ടേം, അല്ലേ? 1 ബൈ എന്നുള്ളതിന് നമുക്ക് മൈനസ് സമ്മേഷൻ ഓഫ് എൽ എൻ 1 മൈനസ് z e raised to minus beta e എന്ന് എടുക്കും. ശരിയല്ലേ? അല്ലെങ്കിൽ നമുക്കത് വലുതാക്കാം. എൽ എൻ 1 ഈസ് 0 minus ln this thing, അല്ലേ? അങ്ങനെയല്ലേ വരിക. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ മൈനസ് സമ്മേഷൻ ഓവർ ഇ ln 1 മൈനസ് z e raised to minus beta e. For Fermi-Dirac case, this is the equation for z. അത് നേരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ you will have pi will be replaced by summation because you are dealing with logarithm this term. അപ്പോൾ ഇത് നല്ല സുന്ദരമായ സിമെട്രിക്കലായുള്ള ഇക്വേഷൻ വന്നു. ഫോർ ബോസോൺ യു ഹാവ് മൈനസ് സമ്മേഷൻ എൽ എൻ 1 മൈനസ് z e. ഫോർ Fermi-Dirac you have plus summation ln 1 plus z raised to e raised to minus beta e. That is the equation for Q potential. ഇക്വേഷനിൽ എ ഗോസ് ടു 0 എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യൂയുടെ ഇക്വേഷൻ എന്തായിരുന്നു? Q ഈസ് ഈക്വൽ ടു summation ln 1 plus a z e raised to minus beta e ആണ്. ശരിയല്ലേ? So if a goes to 0 or in general 1 by a, so നമുക്ക് മുന്നേ കിട്ടിയ രണ്ട് കേസുകളും വെച്ചിട്ട് നമുക്ക് in general Q can be defined as 1 by a into ln 1 plus a into z e raised to minus beta e എന്ന് എഴുതാം. ബിക്കോസ് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ കേസിൻ്റെ അത് അവിടെ നിൽക്കട്ടെ, ലാസ്റ്റ് നോക്കാം. തൽക്കാലം ബോസ്-ഐൻസ്റ്റൈൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഇപ്പോൾ 1 by a എന്ന് പറയുന്നത് a minus 1 ആണ് ബി സ്റ്റാറ്റിസ്റ്റിക്സിൽ. സോ ദാറ്റ് മൈനസ് വിൽ ബി ടേക്കൺ കെയർ ഓഫ്
ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ദാറ്റ് ഈസ് ടേക്കൺ കെയർ ഓഫ് ബൈ എ അല്ലേ. എഫ് ടിയിലാണെങ്കിലോ ഇവിടെ 1/a എന്ന് പറയുന്നത് a ഈസ് ഈക്വൽ ടു 1 ആണ്, പ്ലസ് ആവും 1 പ്ലസ് a ഈസ് ഈക്വൽ ടു 1 ആണ്. സോ ദിസ് ഈസ് ദ ജനറൽ ഫോം. അപ്പം ഫ്രം ദിസ് ജനറൽ ഫോം യു ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദ ഇക്വേഷൻ ഫോർ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ കേസ്. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് ടെൻസ് ടു 0 ആണ് നമ്മളുടെ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ കേസിൽ ഈക്വൽ ടു 0 ആണ്, പക്ഷേ ഈക്വേഷനിൽ ടെൻസ് ടു 0 വെച്ചാലേ നമുക്ക് കിട്ടും. അതുപോലെ ln 1 പ്ലസ് എച്ച് ഈസ് നത്തിങ് ബട്ട് എച്ച് അപ്രോക്സിമേറ്റ്ലി ഇഫ് എച്ച് ഈസ് വെരി സ്മോൾ. ശരിയല്ലേ? അപ്പോൾ ആ രണ്ട് ഐഡിയ വെച്ചിട്ട് ഞാൻ ln 1 പ്ലസ് എച്ചിനെ എച്ച് ആക്കി. സോ വാട്ട് റിമൈൻസ് ഈസ് എ സെഡ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ഐ. ഈ എയും കട്ട് ചെയ്യും. ആൻസർ വിൽ ബി സമ്മേഷൻ ഓവർ ഈ സെഡ് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ. ഇത് തന്നെയാണ് നമ്മളുടെ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ കേസിലുള്ള ക്യൂ വാല്യൂ എന്ന് പറയുന്നത്. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു സെഡ് ഇൻറ്റു ക്യു ഐ, ബിക്കോസ് ക്യു ഐ ഈസ് ദ പാർട്ടീഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഇൻ ജനറൽ ഈ ഇക്വേഷന് നമുക്ക് 3 കിട്ടും. മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ആണെങ്കിൽ എ ടെൻസ് ടു 0 വേണം. ബോസ് ഐൻസ്റ്റീൻ ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു -1ഉം എഫ് ടി കേസിൽ എ ഈസ് ഈക്വൽ ടു +1ഉം ആയാൽ. സോ നമുക്കറിയാം ആവറേജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിൾ കണ്ടുപിടിച്ചാണ്, വിച്ച് ഈസ് സെഡ് ഇൻറ്റു ഡോ ക്യൂ ബൈ ഡോ സെഡ് വർക്ക് ക്യൂ ഇസ് ദ ക്യൂ ഫംഗ്ഷൻ. ക്യൂ ഫംഗ്ഷൻ ഓൾറെഡി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലോ, വിച്ച് ഈസ് 1/a ഇൻറ്റു സമ്മേഷൻ ഓവർ ഇ ln 1 പ്ലസ് എ സെഡ് ഇ റേസ് ടു മൈനസ് ബീറ്റ ഐ. സോ വിത്ത് റെസ്പെക്ട് ടു ഫിഗാസിറ്റി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ln ലോഗരിതം ഓഫ് സം ടേം ആണ്. സോ 1/, ദാറ്റ് ടേം ഉണ്ടാവും, ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആണ്. അപ്പം എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ഉണ്ടാവും. ആ എയും കട്ട് ചെയ്ത് പോകും. സോ വാട്ട് റിമൈൻസ് ഈസ് ദിസ് വൺ. ശരിയല്ലേ? ഓക്കെ, ഇനി സമ്മേഷൻ ഓവർ ഇ ആണ്. അപ്പോൾ സെഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സോ സെഡ് ക്യാൻ ബി ടേക്കൺ ഇൻസൈഡ്. എന്നിട്ട് സെഡ് കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്യുക. സോ 1/, ഈ ടേം കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്യുക 1/e raised to minus beta e കൊണ്ട്. So this will become 1. This is 1/z into e raised to minus beta e. Then this becomes a. ശരിയല്ലേ? So eventually n bar is this one. Okay. Similarly, you can find out u in grand canonical ensemble. Quantum grand canonical ensemble. Okay. E is minus dou q by dou beta. So q നമുക്കറിയാം, q is എന്താണ്, ഡോ ബൈ ഡോ ബീറ്റ ഓഫ് ദിസ് തിങ് അല്ലേ. ബീറ്റ എവിടെയുള്ള ബീറ്റ അതിൻ്റെ ഉള്ളിലുള്ള ആള്. സോ സെയിം കൈൻഡ് ഓഫ് ഡിഫറൻസിയേഷൻ, ഇൻസ്റ്റെഡ് ഓഫ് സെഡ് യു ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ഇറ്റ് വിത്ത് റെസ്പെക്ട് ടു ബീറ്റ. സോ 1/, ദിസ് ടേം അതേപോലെ തന്നെ ഉണ്ടാവും. പിന്നെ പുറത്ത് വരിക ഏതാണ്, എ ഇൻറ്റു സെഡ് പുറത്ത് വരും, ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ഇൻറ്റു ഇ വരും. ശരിയല്ലേ? എയും കട്ട് ചെയ്ത് പോവും, ഇ ഇവിടെ ഉണ്ടാവും. ഇനി ഇതേപോലെ സെഡ് ഇ റേസ് ടു മൈനസ് ബീറ്റ ഐ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, യു വിൽ ഗെറ്റ് ദിസ് തിങ്. ശരിയല്ലേ? സോ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ആവറേജ് എനർജി. ഓക്കെ, സിമിലർലി നിങ്ങൾക്ക് യു ഹാവ് ദ ഇക്വേഷൻ ഫോർ സെഡ്, റൈറ്റ്? 1/a ഇൻറ്റു സമ്മേഷൻ ഓഫ് ln of 1 plus z a e raised to minus beta i. അപ്പോൾ നമ്മൾ സെഡിനെ വിത്ത് റെസ്പെക്ട് ടു ഇ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്, വിത്ത് റെസ്പെക്ട് ടു 1e അല്ലേ. ഓൾ അതർ എനർജീസ് ആർ കോൺസ്റ്റന്റ്. ഒരു പ്രത്യേക ഇ എപ്സിലോൺ എന്ന എനർജി മാത്രം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആക്കി എടുത്തു. സോ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ഈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നും വരില്ല, ഇവിടെ മാത്രമേ വരൂ, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. ശരിയല്ലേ? അപ്പം മൈനസ് ബീറ്റ എൻ എന്നുള്ളത് പുറത്ത് വരും, ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ. സോ മൈനസ് ബീറ്റ ഇൻറ്റു സെഡ് എന്ന് തന്നെ വരും. ശരിയല്ലേ? അപ്പം ഇതിൽ നിന്നും എനിക്ക് എൻ ഓഫ് ഇ കാണാം. എൻ ഓഫ് ഇ എന്ന് പറയുന്നത് വിൽ ബി -1/β ഇൻറ്റു 1/z ഇൻറ്റു എന്താണ്,
ഡോ സെഡ് ബൈ ഡോ എപ്സിലോൺ വിച്ച് ഈസ് എൻ ഓഫ് ഇ. അപ്പോൾ അത് തന്നെയാണ് നമ്മളുടെ ആവറേജ് എൻ ഓഫ് ഇ എന്ന് പറയുന്നത്. സോ mean value of n of e or expectation value of n of e is this term. അപ്പം ഡോ ബൈ ഡോ ഇ ഓഫ് എൽ എൻ സെഡ് എന്ന് പറഞ്ഞാൽ എന്താവും? മൈനസ് വൺ ബൈ ബീറ്റ. ദിസ് ക്യാൻ ബി റിട്ടേൺ 1 ബൈ സെഡ് ഡോ സെഡ് ബൈ ഡോ ഇ എന്ന് പറയുന്നത് ഡോ ബൈ ഡോ ഇ ഓഫ് എൽ എൻ സെഡ് ആണ്. അപ്പോൾ എൽ എൻ സെഡ് വെച്ചാൽ എന്താവും? 1 ബൈ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ ഇ എന്ന് കിട്ടും. ശരിയല്ലേ? സോ വാട്ട് ഈസ് എൽ എൻ സെഡ്? എൽ എൻ സെഡ് ഈസ് നത്തിങ് ബട്ട് ദ ക്യൂ ഫംഗ്ഷൻ. ശരിയല്ലേ? സോ മൈനസ് വൺ ബൈ ബീറ്റ ഇൻറ്റു ഡോ ക്യൂ ബൈ ഡോ ഇ ഫോർ സെഡ് ടി ആൻഡ് ഓൾ അതർ ഇ. ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? എൻ ഓഫ് ഇ ഈസ് ഈക്വൽ ടു യു നോ വാട്ട് ഈസ് ക്യൂ? ക്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു? ക്യൂ വാസ് this equation, right? Q was this equation. Sorry, this is not Z, this is Q. This is Q. Q was this equation. So you find dou Q by dou epsilon. You will get this equation. Okay. അപ്പം നമുക്ക് അതിനൊന്ന് റെഡിയാക്കാം. ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ റീഅറേഞ്ച് ചെയ്യാം. You will have this Z into e raised to minus beta e 1 plus a z e raised to minus beta e. ഈ ടേമിനെ കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്യാം. സോ 1 ബൈ സെഡ് ഇൻവേഴ്സ് ഇ റൈസ് ടു ബീറ്റ ഇ പ്ലസ് എ. അപ്പം സെഡ് എന്ന് വെച്ചാൽ എന്താ? ഫുഗാസിറ്റി ആണ്. സെഡ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മ്യൂ ബൈ കെ ടി ആണ് അല്ലേ? അപ്പം സെഡ് ഇൻവേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇ റൈസ് ടു മൈനസ് മ്യൂ ബൈ കെ ടി ആണ്. സോ ഇത് 1 ബൈ ദിസ് 1. ഈ ടേമിനെയാണ് നമ്മൾ occupation number എന്ന് പറയുന്നത്, which is the mean occupation number. നിങ്ങളോട് പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് mean occupation number എന്താണ്? mean occupation number എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഒരു ലെവലിൽ എത്ര പാർട്ടിക്കിളിനെ ഒക്യുപ്പൈ ചെയ്യാൻ ആ പ്രത്യേക ലെവലിന് പ്രോബബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ശരിയല്ലേ? അപ്പം അത് ഫെർമിയോൺ ആകുമ്പോൾ വ്യത്യാസമാണ്, ബോസോൺ ആകുമ്പോൾ വ്യത്യാസമാണ്, അതുപോലെ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന പാർട്ടിക്കിൾ ആകുമ്പോഴും വ്യത്യാസമാണ്. അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഒക്യുപ്പേഷൻ നമ്പർ നോക്കാം. ഒക്യുപ്പേഷൻ നമ്പറിൽ നമ്മൾ മീൻ ഒക്യുപ്പേഷൻ നമ്പർ ഓൾറെഡി പറഞ്ഞു. ദിസ് ഈസ് ദ മീൻ ഒക്യുപ്പേഷൻ നമ്പർ. ഇതിൽ എ ഈസിക്വൽ ടു -1 ആണെങ്കിൽ ബോസ് ഐൻസ്റ്റൈൻ ആയി, എ ഈസിക്വൽ ടു +1 ആണെങ്കിൽ ഫെർമി ഡിറാക് ആയി, എ ഈസിക്വൽ ടു 0 ആണെങ്കിൽ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ആയി. ശരിയല്ലേ? അപ്പം ആദ്യം തന്നെ നമുക്ക് ഫെർമി ഡിറാക് നോക്കാം. ദിസ് ഈസ് ഫെർമി ഡിറാക്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഫെർമി ഡിറാക്കിൻ്റെ വാല്യൂ ഈസ് മാക്സിമം വാല്യൂ ഈസ് 1. ശരിയല്ലേ? അപ്പോൾ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കിയാൽ തന്നെ ഇതിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. ഞാൻ വേണമെങ്കിൽ കാണിക്കാം. ഫംഗ്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് +1 എന്നുള്ളൊരു ഫോമിലല്ലേ? അത് നോക്കൂ. വേണ്ട, ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പം നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ് എന്നുള്ളത്. ശരിയല്ലേ? അപ്പോൾ ഈ കേസിൽ നമ്മളുടെ ഇ എന്ന് പറയുന്നത് മ്യൂവിലും ചെറുതാവും എപ്പോഴും. ഓൾവേസ് ഇ ഈസ് ലെസ് ദാൻ മ്യൂ. അതുപോലെ ഈ മീൻ ഒക്യുപ്പേഷൻ നമ്പർ എപ്പോഴും മാക്സിമം വാല്യൂ 1 ആവും, അതിൽ കൂടുതൽ ആവാൻ പാടില്ല. അതുകൊണ്ടാണ് ഗ്രാഫ് ഇങ്ങനെ വരുന്നത്. ഗ്രാഫ് എന്ന് പറയുന്നത് മീൻ ഒക്യുപ്പേഷൻ നമ്പറും അതുപോലെ ഇ മൈനസ് മ്യൂ ബൈ കെ ടിയും. ഇതിൻ്റെ എക്സ്പൊണൻഷ്യൽ എച്ച് എന്നുള്ളതല്ലേ, ആ എച്ച് ഈക്വൽ ഇ മൈനസ് മ്യൂ ബൈ കെ ടി എന്നുള്ള ഇക്വേഷൻ. അതുപോലെ ബോസ് ഐൻസ്റ്റൈൻ കേസിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, മ്യൂ എപ്പോഴും ഇയിലും ചെറുതാവും. ഓക്കെ, നമുക്ക് വേറെ ഇക്വേഷൻസ് നിന്ന് മനസ്സിലാവുന്നതാണ് മ്യൂ ഈസ് ഓൾവേസ് ലെസ് ദാൻ ഇ. അപ്പോൾ ഈ മ്യൂവിൻ്റെ ഏറ്റവും മിനിമം മ്യൂ ലോവസ്റ്റ് ഈ മ്യൂവിനുള്ള വാല്യൂ, മ്യൂവിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് എനർജിയുടെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ആവുക വിചാരിക്കട്ടെ കേട്ടോ. എനർജിയുടെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ എന്ന് വെച്ചാൽ ഏതാണ്ട് ഇവിടെയാവും. അവിടെ ആവുമ്പം
നമുക്ക് മനസ്സിലാവും വെൻ mu ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ദെൻ നമ്മളുടെ ഗ്രാഫ് ഇങ്ങനെ മുകളിലോട്ട് പോകും, ഇൻഫിനിറ്റിക്ക് പോകും. ഇൻഫിനിറ്റിക്ക് പോവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ. അതായത് നമ്മളുടെ എനർജി നമ്മളുടെ ഏറ്റവും ലോവസ്റ്റ് എനർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0 കെൽവിനിലുള്ള എനർജി മ്യൂ ആയി മാറുമ്പോൾ നമ്മളുടെ ഏറ്റവും മിനിമം സ്റ്റേറ്റിൽ ഒക്യുപ്പൈ ചെയ്യാൻ പാർട്ടിക്കിൾസ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കൃത്യമായി പഠിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇവിടെ A-1 ആണ് അതിൻ്റെ എനർജിയുടെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ, അതായത് എപ്സിലോൺ 0ൽ മ്യൂ എത്തുമ്പോൾ നമുക്ക് ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ വരുന്നതാണ്. ഓക്കെ, അടുത്തത് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ കേസാണ്. മാക്സ്വെൽ ബോൾട്ട്സ്മാൻ കേസിൽ ഇവിടെ A0 അതിൻ്റെ എന്താ മീൻ ഓക്യുപ്പേഷൻ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? e⁻⁻ ദിസ് ടേം ആണ്, ശരിയല്ലേ? സോ ne ഓഫ് B ഈസ് ഈക്വൽ ടു എക്സ്പൊണൻഷ്യൽ എന്താണ് ഈ ടേമിന് കറസ്പോണ്ടിങ് ആവും, ശരിയല്ലേ? മ്യൂ മൈനസ് ഇത് സാധാരണ എപ്പോഴാണ് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൻ ദിസ് ടേം ബിക്കംസ് വെരി ലാർജ്, ശരിയല്ലേ? അതായത് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ കേസിൽ നമുക്കറിയാം A=0 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1/e⁻μ⁻ എന്ന് കിട്ടും. അപ്പം A0 ആണെങ്കിൽ യു വിൽ ഹാവ് -μ-e/kt എന്ന് കിട്ടും, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ ഈ ഗ്രാഫ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലാസിക്കൽ ലിമിറ്റിൽ എനർജി ഹയർ എനർജി ആകുമ്പം നമ്മളുടെ മാക്സ്വെൽ ബോൾട്ട്സ്മാനും ബിയും എഫ് ടി ഒക്കെ ഏതാണ്ട് ഒരേ വാല്യൂയിലേക്ക്, ക്ലാസിക്കൽ ലിമിറ്റിലേക്ക്, ഈ ക്ലാസിക്കൽ വാല്യൂയിലേക്ക് കൊളാപ്സ് ചെയ്യുന്നത് കാണാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കണ്ടീഷൻ ഉണ്ടാക്കാം. എപ്പോഴാണ് കണ്ടീഷൻ ഉണ്ടാവുക? ഈ സാധനം വളരെ വലുതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പം ഇവിടെയുള്ള ഈ +(+or-1) അല്ലേ, അത് നെഗ്ലിജിബിൾ ആവും. നെഗ്ലിജിബിൾ ആകുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 1/e⁻μ/kt എന്നുള്ളതും, വിച്ച് ഈസ് ദിസ് വൺ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൻ ദിസ് തിങ് ഈസ് വെരി ലാർജ് ബി ആൻഡ് എഫ് ടി കൊളാപ്സ് ടു ക്ലാസിക്കൽ ലിമിറ്റ്സ്, ശരിയല്ലേ? അപ്പോൾ ഇതിന്ന് നമുക്ക് കിട്ടുന്ന ഐഡിയ എന്താ? എപ്പോഴാണ് ഇത് വളരെ ലാർജ് ആവുക? വെൻ ടി ഈസ് ലാർജ്, അല്ലേ? അപ്പം ടി ലാർജ് ആവുമ്പോഴാണ് നമുക്ക് ക്ലാസിക്കൽ ലിമിറ്റ്സിൽ കിട്ടുക. പക്ഷെ ഇവിടെ ടി ലാർജ് ആയാൽ നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവില്ല. അങ്ങനെ സാറ്റിസ്ഫൈ ആവണമെങ്കിൽ നമ്മളുടെ മ്യൂ എന്ന് പറയുന്നത് ഷുഡ് ബി നെഗറ്റീവ് ആൻഡ് വെരി ലാർജ്, ശരിയല്ലേ? അപ്പോൾ സാധാരണ ക്ലാസിക്കൽ വാലിഡിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ടി ലാർജ് ആകുമ്പോഴാണ്. സോ ഇവിടെ ടി ലാർജ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മൊത്തം ഇക്വേഷൻ താന്നു പോകും, ചെറുതായി പോകും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി മ്യൂ എന്ന് പറയുന്നത് എന്താവണം? വളരെ വലുതാവണം. വളരെ വലുതായിട്ട് കാര്യമുണ്ടോ? അത് മാത്രമല്ല ഈ മൈനസ് സൈൻ പോവും വേണം, അപ്പോൾ പ്ലസ് ആകുമ്പോഴേ വളരെ വലുതാവും. സോ മ്യൂ ഹാസ് ടു ബി നെഗറ്റീവ്, ശരിയല്ലേ? മ്യൂ ഈസ് നെഗറ്റീവ് ആൻഡ് ഷുഡ് ബി വെരി ലാർജ്. അപ്പോൾ മ്യൂ വളരെ ലാർജ് ആണെങ്കിൽ ഫുഗാസിറ്റി എന്താവും? ഫുഗാസിറ്റി ഈസ് ഈക്വൽ ടു e⁻μ/kt അല്ലേ? ഫുഗാസിറ്റി ഈക്വൽ ടു -μ/kt ആണോ? ഈക്വൽ ടു +μ/kt ആണ്. പക്ഷെ മ്യൂയുടെ വാല്യൂ നെഗറ്റീവ് ആണ്, അത് വളരെ വലുതുമാണ്. സോ നമ്മളുടെ ഈ എഫക്റ്റീവ്ലി ഇത് എന്ന് പറയുന്നത് ചെറിയ സംഖ്യ ആവും, ശരിയല്ലേ? അപ്പം ബിക്കോസ് ദ വാല്യൂ ഓഫ് മ്യൂ ഈസ് നെഗറ്റീവ്, ശരിയല്ലേ? വാല്യൂ ഓഫ് മ്യൂ ഈസ് നെഗറ്റീവ് ആണ്. വാല്യൂ ഓഫ് മ്യൂ ഈക്വൽ ടു നെഗറ്റീവ് ആണ്. അങ്ങനെയാവുമ്പോൾ z മസ്റ്റ് ബി മച്ച് സ്മോളർ ദാൻ 1 ഫ്രം ദിസ് ഇക്വേഷൻ. ഇതാണ് ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ്.
അപ്പം മീൻ ഒക്യുപ്പേഷൻ നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ച് 1/e⁻μ എപ്സിലോൺ മൈനസ് മ്യൂ ബൈ കെ ടി പ്ലസ് എ ആണ്. എ ക്യാൻ ബി +1 -1 ഓർ 0 3 ഡിസ്ട്രിബ്യൂഷനിൽ. അപ്പം നമ്മളുടെ ഇക്വേഷൻ തന്നെ പറയുന്നത് ക്ലാസിക്കൽ ലിമിറ്റ്സ് എത്തുമ്പോൾ വെൻ എനർജി ബിക്കംസ് ലാർജ് നമ്മളുടെ ഈ 3 ഡിസ്ട്രിബ്യൂഷനും മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ആയി മാറും. അതിനുള്ള കണ്ടീഷനാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതിനുള്ള കണ്ടീഷൻ ഈസ് ദിസ് വൺ: എപ്സിലോൺ എക്സ്പൊണൻഷ്യൽ എപ്സിലോൺ മൈനസ് മ്യൂ ബൈ കെ ടി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1. അങ്ങനെ ഗ്രേറ്റർ ദാൻ 1 ആവുമ്പം മ്യൂ നെഗറ്റീവ് ആണ്, വെരി ലാർജ് ആണെന്ന് നമുക്ക് ഐഡിയ കിട്ടും. അതിന്നും ഫുഗാസിറ്റി വളരെ സ്മോൾ ആണെന്നും ഐഡിയ കിട്ടും. അങ്ങനെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഇതൊരു എസ്സേ ആയിട്ട് ചോദിക്കാം, അത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഇത് മൊത്തമായിട്ട് ഒരു എസ്സേ ആയിട്ട് മീൻ ഒക്യുപ്പേഷൻ നമ്പർ ചോദിക്കാവുന്നതാണ്.